കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ അടുക്കളയിൽ ചിക്കനോ മട്ടനോ ബീഫോ മീനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശോക അവസ്ഥയ്ക്ക് ഇന്ന് പരിഹാരമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ മേടിച്ചു, അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നല്ല തിളച്ച വെളിച്ചെണ്ണയിലോട്ട് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്ത് എല്ലാതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. ചിക്കനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി എണ്ണയിലോട്ട് കുറച്ചധികം വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് 1 കപ്പ് ചുവന്നുള്ളിയും 1 കപ്പ് തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് വഴറ്റി ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു അല്പം മാത്രം, ഗരം മസാലയും അതുപോലെ തന്നെ ചതച്ച മുളകും കൂടി ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിയുമ്പോൾ ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് തന്നെ വെള്ളം കൂടി ചേർത്ത് അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പോരാത്തതിന് കുറച്ച് ഉപ്പും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ കൊണ്ടാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. ടാറ്റാ.